ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലെ കുഞ്ഞു കോമ്പിലാണ് ഒരു ഹെയർ ആക്സസറീസ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരു കോം ക്ലിപ്പ് എന്നാണ് ഇതിന് പറയാമെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെയാണ് പറയുക. ഞാൻ കുറേ ഇടങ്ങളിൽ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും പേര് അതിനായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കോം ഹെയർ ആക്സസറി ഇല്ലെങ്കിൽ ഹെയർ ക്ലിപ്പാണ് നമ്മളന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ നമുക്കൊരു ഫ്ലവറിന് വേണ്ടിയിട്ട് ഞാനൊരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഗിൽട്ടർ ഫോം ഷീറ്റാണ്. ഇത് വൈറ്റ് ആണ് കേട്ടോ. ആക്ച്വലി ഗോൾഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഞാൻ ചെയ്യാൻ പോണത്. ഇതുപോലെ എന്തെങ്കിലും ഒരു രീതിയിൽ സർക്കിൾ ഷേപ്പ് നമ്മൾ വരച്ചെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ട് വരച്ചെടുക്കുക. കൈ കൊണ്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര പെർഫെക്ഷൻ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ എന്തെങ്കിലും അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഫോം ഷീറ്റ് കണ്ട് ആരും ഞെട്ടരുത്. ഞാനൊരു ഫോം ഷീറ്റിൻ്റെ ആത്മാവ് വരെ പിഴിഞ്ഞിട്ടേ അത് ഞാൻ വേസ്റ്റിലിടാറുള്ളൂ. ഞാനൊരു കുഞ്ഞു തുണ്ട് പോലും കളയില്ല കേട്ടോ. എല്ലാം ഞാൻ ഒരു കവറിലിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കുറേ കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽസൊക്കെ കുറച്ച് ഡാമേജ് ഒക്കെ ആവാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസൊക്കെ വേഗം ഞാൻ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 എണ്ണമാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു ഫ്ലവറിന് വേണ്ടിയിട്ടാണ്, പക്ഷേ 2 എണ്ണം നമ്മൾ ചെയ്തെടുത്തത്. ഒരു ഫ്ലവറിൽ തന്നെ 2 പൂക്കൾ വരുന്ന രീതിയിൽ, അതായത് ഒരു പൂവിൻ്റെ മേലെ വേറൊരു പൂ, അങ്ങനെ ഒരു തീമിലാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 എണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ എല്ലാ സൈഡും മുറിച്ചതിന് ശേഷം, അതായത് 8 പ്രാവശ്യം നമ്മൾ കട്ട് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ക്രോസായി നമ്മൾ കട്ട് ചെയ്തിട്ട് അതിന് ശേഷം അതിൻ്റെ അറ്റം വശം ഉണ്ടല്ലോ, ആ ഒരു എൻഡിൽ വന്നിട്ട് ഇങ്ങനെ നമ്മളൊരു റാ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 വശം, ഒരു എതളിൻ്റെ 2 വശം ഇതുപോലെ റാ പോലെ കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഫ്ലവറിൻ്റെ രീതിയിൽ തന്നെ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവർ വരച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടെ ഈസി എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനെയും വെച്ച് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ ആക്ച്വലി ഞാൻ വരയ്ക്കാതെ ഇങ്ങനെ സർക്കിൾ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ചെയ്യാണ് ചെയ്യുന്നത്. ചിലതൊക്കെ സക്സസ് ആവും, ചിലതൊന്നും സക്സസ് ആവില്ല. ചിലതൊക്കെ പൂവിൻ്റെ ഷേപ്പിൽ കിട്ടും, ചിലതൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ സെയിൽ ചെയ്യാനുള്ള പ്രൊഡക്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സൂക്ഷിച്ച് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുത്ത പ്രൊഡക്റ്റാണെങ്കിൽ കൂടെ നമുക്ക് മിസ്റ്റേക്കുകളൊക്കെ എന്തായാലും അതൊക്കെ സഹജമാണ്. നമുക്കൊരിക്കലും ഇതിനൊന്നും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. എന്നാലും നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എല്ലാം വെച്ചിട്ട് നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റും. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മെറ്റീരിയൽസിൻ്റെയാണ്. മെറ്റീരിയൽസ് ആക്ച്വലി നമ്മളല്ലതല്ലോ ചെയ്യണത്, അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സോറി ഇതിപ്പോൾ ഞാൻ സോറി പറഞ്ഞത് നിങ്ങളുടെ അടുത്താണ് കേട്ടോ. എനിക്ക് കോട്ടായി വന്നത് കാരണമാണ്. അപ്പോൾ നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ സോറി പറയാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ചാൻസ് വളരെ 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 കുറവാണ്. പിന്നെയും നമ്മളെ വിഷമിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവും. എന്നാലും കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സമയത്ത് മെറ്റീരിയലിൽ അതുപോലെ നമ്മൾ ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ പ്രോഡക്റ്റ് ഞങ്ങൾ ഒന്നില്ലെങ്കിൽ സർവീസ് അവൈലബിൾ ആക്കി കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പ്രൊഡക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള മനസ്സ് ഞങ്ങൾ കാണിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കൊരു നിലയിൽ എത്താൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു ഫ്ലവർ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അയൺ ബോക്സിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അയ്യോ സോറി, വീണ്ടും കോട്ടായി വന്നു. അപ്പോൾ നമ്മുടെ 2 ഫ്ലവർ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഫോം ഷീറ്റ് ഈ അയൺ ബോക്സിലൊക്കെ വെച്ച് യൂസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഡയറക്റ്റ് തുണിയിൽ കൊണ്ടുപോയി അയൺ ചെയ്യാൻ നിൽക്കരുത്. അയൺ ബോക്സ് നല്ല രീതിയിൽ ക്ലീൻ ആക്കുക. അതായത് ചൂടായി ഇരിക്കുമ്പോൾ തന്നെ നല്ല കട്ടിയുള്ളൊരു ക്ലോത്ത് എന്തെങ്കിലും മടക്കി ഒരു ഉരുണ്ട ഷേപ്പിലൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ അയൺ ബോക്സ് നന്നായി തുടച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ തുണിയിലൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള നല്ല ചാൻസ് കൂടുതലാണ്. നല്ല ഒട്ടിപ്പിടിക്കും, എനിക്ക് അനുഭവം ഉള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 ഫ്ലവർ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു വലിയ ഫ്ലവറിൻ്റെ മേലെ ഒരു കുഞ്ഞു ഫ്ലവർ, ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ബീഡ്സ് വർക്കാണ് ആവശ്യം. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റിൽ വെച്ചാൽ കാണില്ല എന്ന് എനിക്ക് തോന്നിയത് കാരണം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഷുഗർ ബീഡ്സ് ആണ്, കുറച്ച് നീളമുള്ളൊരു ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് നമ്മുടെ കോപ്പർ വയർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളർ കോപ്പർ വയറാണ് എടുത്തിരിക്കുന്നത്. 3 mm ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. സൈസ് വന്നിട്ട് ഇപ്പോൾ സൈസ് കൂടുന്തോറും നമുക്കത് തിരിച്ച് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടാവും, നമ്മുടെ കൈ വേദനിക്കും. ആക്ച്വലി ഈ 3 mm വയറിനെ നമ്മൾ കുറേ നേരം തിരിക്കുമ്പോൾ നമുക്ക് കൈ വേദനിക്കും.
അപ്പോൾ അതിലേക്ക് നമ്മൾ ടിയാര ചെയ്യുമല്ലോ, ടിയാര ചെയ്യുന്ന ഒരു മോഡലിൽ നമ്മളിങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു കുഞ്ഞു പോർഷനായിട്ട് നമ്മൾ ടിയാരയുടെ ഒരു മോഡൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ടിയാര ഇതുവരെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. എനിക്ക് അതിനോട് താല്പര്യം അത്രയ്ക്കില്ല. എനിക്ക് പേഴ്സണലി ആ ഒരു ടിയാര എന്ന് പറയുന്ന സംഭവം എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പക്ഷെ എന്തായാലും അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കണം വിചാരിക്കുന്നു. ബിക്കോസ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആൻഡ് ഭയങ്കര മൂവിങ് ഉള്ളൊരു സാധനമാണ് ഈ ടിയാര എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യം സെൻറ്ററിൽ ആ ഒരു കൊമ്പിന് വന്നിട്ട് 10 ബീറ്റ്സും അതുപോലെ അപ്പുറത്തെ സൈഡിൽ 8 ബീറ്റ്സ് അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന രീതിയിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ 3 ഒരേ പൊസിഷനിൽ തന്നെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരേ ലെങ്ത് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു ഡിസൈൻ. ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന ഡിസൈൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ പോലും, ഇപ്പോൾ ഹെയർ ആക്സസറീസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബീറ്റ്സ് ഇവിടെ വരുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടിരിക്കുന്ന കുറച്ച് ഹൈറ്റ് കൂടിയലായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബീറ്റ്സ് ആഡ് ചെയ്താലായിരിക്കും നന്നാവുക എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. ഒരു നിർബന്ധമില്ല ഈ ഒരു മോഡൽ തന്നെ ചെയ്യണമെന്ന്. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഡിസൈനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ ഈ ഒരു മോഡൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ മേ ബി ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു മോഡലിൻ്റെ കൂടെ വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ആഡ് ചെയ്താൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഈ ഒരു മോഡൽ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് മെറ്റീരിയൽസ് എനിക്ക് സെയിൽ ചെയ്യണമെന്നുണ്ട്. സെയിൽ ചെയ്യാൻ മീൻസ് എൻ്റെ കയ്യിലുള്ള മെറ്റീരിയലാണ്. ആക്ച്വലി എൻ്റെ കുട്ടിക്ക് വെക്കേഷൻ ആവാൻ പോവുകയാണ്. അപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ നമ്മൾ എന്തായാലും നാട്ടിൽ പോകും. പിന്നെ ഞാൻ 1 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് വയ്ക്കാം, ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ എനിക്കറിയില്ല, എൻ്റെ ഹെൽത്തും കൂടെ എനിക്ക് നോക്കണം. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരാഴ്ചയായിട്ട് ഭയങ്കര ഹെൽത്ത് ഭയങ്കരമായിട്ട് വീക്കാണ്, ഭയങ്കര തലവേദന വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം തന്നെ എനിക്ക് എപ്പോഴും എന്താ പറയുക, ചില സമയത്തൊന്നും വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. മീൻസ് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വയ്യാത്തതുകൊണ്ട് നമുക്ക് പിന്നെ എല്ലാ ടെൻഷനും കാര്യങ്ങളും വരുന്ന സമയത്ത് നമുക്കത് ചെയ്യാൻ തോന്നില്ലല്ലോ. വീഡിയോ എടുക്കുക മാത്രമല്ല, എടുത്ത് അങ്ങനെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ കൂടെ കുഴപ്പമില്ല, നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യും കൂടെ വേണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എന്തായാലും ഷെഡ്യൂൾ ചെയ്തേക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽ വന്നിട്ട് വെറുതെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് ചീത്തയായി പോകും. അപ്പോൾ യൂസ് ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ച അതേ വിലയ്ക്കൊന്നുമല്ല തരുന്നത്. നിങ്ങൾക്ക് വില കുറവില്ല ഞാൻ തരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ, എന്തൊക്കെ മെറ്റീരിയലാണ് എത്ര രൂപയ്ക്കാണ് തരുന്നത് എന്നൊക്കെ. അപ്പോൾ മെറ്റീരിയൽ വേണ്ടവരൊക്കെ എനിക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ കമൻറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ, അത് വീഡിയോ ഞാൻ ഇടാം, എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഞാൻ ഇടാം. അപ്പം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിത് ഒരു 5 എണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞത് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കാനും, പിന്നെ 4 എണ്ണം വന്നിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും വെക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കൂടെ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. 2 വെച്ചിട്ട് ആദ്യം ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ജോയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ബ്ലാക്ക് കളർ ബീഡ്സ് ആഡ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഗോൾഡ് ആൻഡ് സിൽവർ ആയിരിക്കും, ഗോൾഡ് ആൻഡ് വൈറ്റ് ആയിരിക്കും. ഈ ഷുഗർ ബീഡ്സിൻ്റെ ഒരു വൈറ്റ് കോമ്പിനേഷൻ ആയിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയത് കാരണമാണ് ഞാൻ ഈ ഒരു മോഡൽ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ആഡ് ചെയ്യാം, അതായത് ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ബ്ലാക്ക് ബീഡ്സ് ആഡ് ചെയ്ത് നന്നായിരിക്കും. ആക്ച്വലി അതെനിക്കിപ്പോഴാണ് തോന്നുന്നത് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ബ്ലാക്ക് ആയിട്ട് നന്നായിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിൻ്റെ സെൻറ്ററിൽ ഈ ഒരു കുഞ്ഞു ബീഡ്സിൻ്റെ ഇത് കണ്ടോ, ഇതാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഷുഗർ ബീഡ്സിൻ്റെ ഒരു കുഞ്ഞു കൊമ്പാണ് ഞാൻ വെച്ച് കൊടുക്കാൻ പോണത്. അത് കുത്തിയിട്ട് അതിൽ ഇറങ്ങുന്നില്ല ഗൈസ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കോമ്പസും കൊണ്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇറക്കി കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് കത്രികയൊന്നും വെച്ച് കുത്തരുത് കേട്ടോ. മീൻസ് ഈ ഭയങ്കര വലിയൊരു ഹോളായി പോകും. കുത്തുകയാണെന്നുണ്ടെങ്കിൽ നീറ്റായിട്ട് ഹോൾ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണും കൂടെ വെച്ചിട്ട്, ഗ്ലൂ ഗണ്ണ് കുറച്ച് അകലെയായിപ്പോയി. ഗ്ലൂ ഗണ്ണ് നമ്മൾ ഇതിലേക്ക് ഗമ്മാക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മെറ്റീരിയലിൻ്റെ കാര്യം പറഞ്ഞത് വന്നിട്ട് അതിൽ ആക്ച്വലി ഏതൊക്കെ മെറ്റീരിയൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ഒന്നും എനിക്കറിയില്ല. എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് തരാം. ആക്ച്വലി ഈ പോളനൊക്കെ ഞങ്ങൾ മേക്കിംഗ് വീഡിയോസ് ഇല്ലെങ്കിൽ മേക്കിംഗ് ചെയ്ത് സെയിൽ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ഹെയർ ആക്സസറീസ് സെയിൽ ചെയ്യണവർക്ക് അറിയാൻ പറ്റും. ഈ പോളനൊക്കെ ഒരുപാട് കാലം വെച്ച് കഴിഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും
ഇനി വരുന്ന വീഡിയോസിൽ മെറ്റീരിയൽ വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ പിന്നെ അതിൽ കുറേ പേര് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ടും എനിക്ക് പൈപ്പ് ക്ലീനർ ചോദിച്ചിട്ടുണ്ട്. അത്രയും വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റാത്തവരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പൈപ്പ് ക്ലീനർ തന്നെയാണ് ഇപ്രാവശ്യം വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും അടുത്ത പ്രാവശ്യം ഞാൻ മെറ്റീരിയലിൻ്റെ വീഡിയോ ഇടുന്നത്. നാളെ ഇല്ലെങ്കിൽ ഞാൻ അടുത്ത മാസം പകുതി കഴിഞ്ഞിട്ട് പോകുമെന്ന് വിചാരിക്കണം. അതിനുള്ളിൽ ഞാൻ എന്തായാലും വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ഫ്ലവറും കൂടെ വെച്ചിട്ട് നമ്മൾ ഇതിൽ ജോയിൻറ്റ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലവറൊക്കെ പിന്നെ ജോയിൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അതായത് ആ കോമ്പിൽ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജോയിൻറ്റ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഈ വൈറ്റ് കളർ ഫോം ഷീറ്റൊക്കെ നമുക്ക് കടയിൽ അവൈലബിൾ ആണ്. ആക്ച്വലി ഇത് കാണുന്ന സമയത്ത് ഗിൽട്ടർ ഫോം ഷീറ്റാണെന്ന് തോന്നുന്നില്ല, പക്ഷേ അത് ഗിൽട്ടർ ഫോം ഷീറ്റാണ്. പ്യോർ വൈറ്റ് ആയിട്ടുള്ളൊരു ഫോം ഷീറ്റാണ്. അപ്പോൾ അതിൻ്റെ ആ ഗിൽട്ടൊന്നും നിങ്ങൾക്ക് കാണുന്ന പോലും ഇല്ല അല്ലെ, ശരിക്കും പറഞ്ഞാൽ അത് ഗിൽറ്ററാണ് കേട്ടോ. പക്ഷേ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു കൊമ്പ് കൂടുതലാണ്, അതായത് ഒരു സൈഡിൽ ആ ഒരു പോർഷൻ കുറച്ച് കൂടുതലാണ് ലെങ്ത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ മടക്കിയിട്ട് കൊടുത്താൽ മതി. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് ഒന്നില്ലെങ്കിൽ 2 സൈഡ് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് 2 സൈഡ് മാത്രം ആക്കാം. ഇല്ലെങ്കിൽ അത് ജോയിൻറ്റ് ചെയ്ത് ഒരു മയിലിൻ്റെ പീലി വിടർത്തിയിരിക്കുന്ന പോലെ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഫൈനൽ ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മോഡലിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇനി ഇത് നമുക്ക് നമ്മുടെ കോമ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു ഗോൾഡൻ കളർ കോമ്പ് നിങ്ങൾ എടുക്കുക. കോമ്പ് എടുത്തതിന് ശേഷം അതിലേക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ആക്ച്വലി അങ്ങനെയാണ് ആദ്യം ചെയ്തത്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഈ കോമ്പിൻ്റെ ഡിസൈനിൽ വന്നിട്ട് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കമ്പി എന്തെങ്കിലും ഇട്ട് കെട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഈ ടിയാരയുടെ ഈ ഒരു കോപ്പർ വയർ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഒരു കമ്പിയൊക്കെ യൂസ് ചെയ്ത് കെട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പേർന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എനിക്കത് മിസ്റ്റേക്ക് പറ്റി. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് മിസ്റ്റേക്ക് പറ്റി. ആ ഒരു ഫ്ലവർ പേർന്ന് വന്നു. ഞാൻ കമ്പിയിട്ട് കെട്ടാൻ നോക്കിയ സമയത്ത് ഫ്ലവറും ഗ്ലൂ ഗണ്ട് ആ പശയെല്ലാം കൂടെ കയ്യിൽ കൂടെ പേർന്ന് വന്നു. ഭാഗ്യത്തിന് എന്തോ ആ ഫോം ഷീറ്റ് കേട് വന്നില്ല. അപ്പം ഞാനിത് എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കെട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഇത്രയും കോപ്പർ വയർ എൻ്റെ കയ്യിലുണ്ടായിട്ട് ഒരു കുഞ്ഞു പീസ് എടുത്തിട്ടാണ് ഞാൻ കെട്ടാൻ നോക്കണത്. എനിക്ക് എന്തിൻ്റെ സൂക്കടാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു കുഞ്ഞു പീസ് സാധനങ്ങളും കൂടെ ഞാൻ കളയില്ല കേട്ടോ. എനിക്ക് എന്താ പറയുക, എപ്പോഴെങ്കിലും യൂസ് ആവുമല്ലോ എന്ന് വെച്ചാൽ എനിക്ക് കളയാൻ ഭയങ്കര എനിക്ക് ഭയങ്കര സങ്കടമാണ്. സീരിയസ്ലി എനിക്ക് ഭയങ്കര സങ്കടമാണ്. ബിക്കോസ് കാശ് കൊടുത്ത് വാങ്ങിച്ചത് ആ ഒരു ചെറിയ സാധനം. കാരണം നമ്മൾ മെറ്റീരിയൽ ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റിൽ നമുക്കത് കിട്ടണത്. അതുകൊണ്ട് എനിക്ക് മെറ്റീരിയൽസ് ഇത്തിരി ആണെങ്കിൽ കൂടെ വേസ്റ്റ് ആക്കാൻ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അത് കാരണം ഞാനങ്ങനെ വേസ്റ്റ് ആക്കാറില്ല. അപ്പോൾ ഈ ഒരു കുഞ്ഞു പീസും കൊണ്ട് കെട്ടാൻ കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വലിയ പീസും കൊണ്ട് നമുക്ക് കെട്ടാമെന്ന്. പക്ഷേ വലിയ പീസും കൊണ്ട് കെട്ടാൻ നോക്കിയപ്പോഴും എനിക്ക് കിട്ടിയില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ആ ഫ്ലവർ നമുക്കതിന്ന് റിമൂവായി വരികയാണ് ചെയ്തത്. സോറി, ക്യാമറ മാറിപ്പോയത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഒരു സൈഡിലേക്ക് ആയിപ്പോയി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കെട്ടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ ആ ഫ്ലവർ നമ്മൾ ഒരുപാട് പ്രഷർ ചെയ്ത് ഫ്ലവറിൽ പിടിച്ച് അമർത്തുന്ന സമയത്ത് ആ ഫ്ലവറിൻ്റെ ഒരു രീതിയെ മാറിപ്പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് എല്ലാം റിമൂവ് ചെയ്ത് ഫസ്റ്റ് തൊട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനിതിൽ കെട്ടിയതിൻ്റെ വീഡിയോ ഞാൻ പോസ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ ഓൺ ചെയ്യാൻ മറന്നു പോയിട്ട് ആക്ച്വലി, അതുകൊണ്ടാണ് സോറി. അപ്പോൾ നമ്മളിത് ഫെൽറ്റ് ഷീറ്റൊക്കെ ഒട്ടിച്ച്, അതായത് കോപ്പർ വയറും കൊണ്ട് ഞാൻ കെട്ടിയിട്ട് ഇപ്പോൾ കെട്ടിയപ്പോൾ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അതിൽ നിൽക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് നമ്മളതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്, അതായത് നമ്മൾ കെട്ടിയ കമ്പി അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് 98% ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.